ഹരിയേട്ടാ, ദേവികയെ കാണുന്നില്ലല്ലോ. എനിക്കെന്തോ പേടി തോന്നുക. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തനുജയുടെ വിവരം ചോദിക്കാനല്ലേ അവള് പോയിരിക്കുന്നത്. അതൊക്കെ ശരി തന്നെയാ. തനുജയുടെ സ്വഭാവം അറിയാലോ. ദേവികയോടാണെങ്കിൽ അവൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ട്. ഒരിക്കൽ ദേവിക അവളെ വഴിയിൽ വെച്ച് തല്ലിയതല്ലേ. അതിന്റെ പ്രതികാരത്തിന് പകരം ചോദിക്കാനാ അവള് ദേവികയെ കുത്താൻ വേണ്ടി വന്നത്. രജനി മോളെ കത്തിക്ക് കുത്തി മുറിവേൽപ്പിച്ചിട്ടും അവള് നമ്മളെ വെറുതെ വിട്ടോ? ഏയ്, ഇങ്ങനെ പേടിക്കാതെ പ്രഭേ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്ര വലിയ ക്രിമിനൽ ആയാലും അതിക്രമം ഒന്നും കാണിക്കില്ല. ദേവിക ഇപ്പോ വരും. എന്തായി മോളെ, തനുജയെ കണ്ടോ? കണ്ടു, പക്ഷെ അല്പം ബഹളം ഉണ്ടായി. അയ്യോ, എന്നിട്ട്? അമ്മ പേടിക്കണ്ട, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തു. പക്ഷേ നന്ദുവിനെ കുറിച്ച് അവക്കൊന്നും അറിയില്ല. അതെന്റെ സംശയം മാത്രമായിരുന്നു. അങ്കിളെ, നന്ദുവിനെ വേറെ ഒരിടത്തും അന്വേഷിച്ചിട്ട് കാര്യമില്ല. നന്ദു എവിടെയാണെന്ന് ആ ത്യാഗരാജൻ അറിയാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ തേവക്കാട്ടിൽ നിന്ന് ചന്ദ്രമതിയായിട്ടൊന്ന് സംസാരിച്ചാലോ? ഹരിയേട്ടന് അതൊരു ബുദ്ധിമുട്ടാണെന്നാണോ? ഇനി അഥവാ ബുദ്ധിമുട്ടാണെങ്കിലും സിദ്ധുവിന് കുടുംബത്തിനും വേണ്ടിയല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. എങ്കിൽ പിന്നെ സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങാം. അങ്കിളെ. എന്താ മോളെ? ചന്ദ്രമതി ആന്റിയെ കാണാൻ ഞാനും കൂടി വരാം. അത് വേണോ മോളെ? ഞാൻ മാത്രം പോകുന്നതല്ലേ നല്ലത്. അവര് പറയുന്നതുകൂടി നമ്മൾ കേൾക്കണമല്ലോ. പ്ലീസ് അങ്കിൾ, ഞാനും കൂടി വരാം. ചന്ദ്രമതി ആന്റിയുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം. ആന്റിയുടെ സഹോദരനോട് അന്വേഷിക്കാം. നന്ദുവിനെ വിട്ടുതരാൻ പറയാം. ദേവികയും കൂടി വരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഹരിയേട്ടാ. ശരി, അങ്ങനെയാണ് മോളും കൂടെ. ഞങ്ങൾ പോയിട്ട് വരാം പ്രഭേ. അമ്മേ, വിഷമിക്കണ്ട, എല്ലാ വഴിയും നോക്കാം. നന്ദുവിനെ നമ്മൾ കണ്ടുപിടിക്കും അമ്മേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.